മോളെ, നമ്മുടെ യമുന. അതെ, ഒരു വാശിക്കാരി കുട്ടിയെ പോലെ അവൾ ഇറങ്ങിപ്പോയി. കുട്ടികളുടെ സ്വഭാവം എന്താ? വാശി തീരുമ്പോ തിരികെ വരും. അച്ഛനാ വരവും പ്രതീക്ഷിച്ചിരിക്കുക മോളെ. മോള് അതോർത്ത് വെറുതെ ആധി കൂട്ടരുത്. ഏതവസ്ഥയിന്നാ മോൾ ഇത്ര വരെയെങ്കിലും എത്തിയതെന്നറിയാമല്ലോ. ആ അവസ്ഥയായിരുന്നു ഇതിലും നല്ലത്. അതായിരുന്നു ശരിക്കും എനിക്ക് വേണ്ടത്, ഞാൻ അർഹിക്കുന്നത്. കേട്ടില്ലേ ശങ്കരേട്ട അവള് പറയുന്നത്? ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലമ്മേ. എനിക്ക് സഹിക്കാൻ ഒക്കുന്നില്ല. നമ്മളെല്ലാവരും ഒരുപോലെ വേദനിക്കുക. പക്ഷെ അങ്ങനെ വേദനിക്കുമ്പോഴും മനസ്സിനെ നമ്മൾ പറഞ്ഞ് വിശ്വസിപ്പിക്കണം, അശുഭമായിട്ടൊന്നും സംഭവിക്കില്ലെന്ന്. ആ വിശ്വാസത്തിന് വലിയ ശക്തിയുണ്ട് മോളെ. നഷ്ടപ്പെട്ടെന്ന് കരുതിയതിനെ ചിലപ്പോൾ അത് തിരിച്ചു കൊണ്ടുവന്ന് തരും. മരണത്തെപ്പറ്റി ചിന്തിക്കുന്നതോ ഒരു തുള്ളി വിഷത്തിലോ ഒരു മുഴം കയറിലോ ജീവിതം അവസാനിപ്പിക്കുന്നതോ എളുപ്പമാണ്. ഒരു നിമിഷത്തെ സാഹസ ബുദ്ധി മതി ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ. പക്ഷേ നമ്മൾ നിരാശപ്പെട്ടതുപോലെ അല്ല കാര്യങ്ങളുടെ പോക്കെങ്കിലോ, ദുഃഖത്തിനു പകരം ഇരട്ടി സന്തോഷമാണ് നമ്മളെ കാത്തിരിക്കുന്നതെങ്കിലോ, നമുക്ക് ആ സന്തോഷത്തെ സ്വീകരിക്കാൻ പിന്നെ ഒരു അവസരം കിട്ടുമോ? അതുകൊണ്ട് മരണചിന്തകൾക്ക് ഇനി ഇടം കൊടുക്കാൻ പാടില്ല. നമ്മുടെ യമുന തിരിച്ചു വരുമ്പോളെ അച്ഛനല്ലേ പറയുന്നത്? ചിലപ്പോ പ്രസാദേട്ടൻ അറിയാമായിരിക്കും അവൾ എവിടെയാണെന്ന്. യമുനേച്ചിയെ കാണാതായപ്പോ ഞാനവിടെ പോയിരുന്നു. എന്നിട്ട് ഒരു ഗുണമുണ്ടായില്ല, അറിയില്ല എന്ന് പറഞ്ഞു. കമ്പനിയിൽ എന്തോ മാൽ പ്രാക്ടീസ് നടത്തിയതിന്റെ പേരിൽ അയാളെ പോലീസ് പിടിച്ചു. ജയിലിലായിരുന്നു കുറച്ചു ദിവസം. ജാമ്യത്തിൽ ഇറങ്ങിയതു മുതൽ സംസാരമില്ലത്രേ, മൗനവ്രതം. ഇങ്ങനെയുള്ള അയാളുടെ എത്രയോ നാടകങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു അല്ലേ മോളെ? അതെ. മോൾ ആലോചിച്ച് മനസ്സിന് ഭാരം കൂട്ടരുത്. ഒരാശങ്കയുടെയും ആവശ്യമില്ല. അച്ഛൻ അന്വേഷിക്കുന്നുണ്ട്, പോലീസിലും വിവരം കൊടുത്തിട്ടുണ്ട്. വിധി ഇനി ഏറെയൊന്നും നമ്മളെ പരീക്ഷിക്കില്ല മോളെ. അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? മോള് കിടന്നോളൂ. ബാബു, ചേച്ചി ഉറങ്ങിയില്ലേ? എങ്ങനെ ഉറക്കം വരും? അവളില്ലാതെ ആ മുറിക്കകത്ത് ഞാൻ ഉറങ്ങിയിട്ടില്ലല്ലോ. ഓരോ നാലേക്കുമ്പോ മനസ്സ് വിങ്ങാ ബാബു. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. സഹിച്ചേ പറ്റൂ. ഞങ്ങളൊക്കെ ഇപ്പം മരവിപ്പില്ല. ചേച്ചിക്കറിയോ, യമുനേച്ചി വീട്ടിലൊറ്റയ്ക്കാണ്. അതുകൊണ്ട് നീ അങ്ങോട്ട് പോ എന്നച്ഛൻ പറഞ്ഞപ്പോൾ ഉള്ളിൽ ദേഷ്യമായിരുന്നു. കാണുമ്പോൾ മുഖടച്ചിരണ്ട് പറയണമെന്ന് കരുതിയാ വന്നത്. പക്ഷേ എൻ്റെ മനസ്സിലിരിപ്പ് യമുനേച്ചി മുൻകൂട്ടി കണ്ടതുപോലെ തോന്നി. ആരുടെയും പഴി കേൾക്കാൻ നിൽക്കാതെ ഒരൊറ്റ പോക്ക്. അപ്പൊ തന്നെ എല്ലായിടത്തും അന്വേഷിച്ചിരുന്നെങ്കിൽ ചിലപ്പോ യമുനെ കണ്ടു കിട്ടിയത്. അന്വേഷിച്ചില്ലെന്നാണോ ചേച്ചി കരുതുന്നത്? ആ രാത്രി അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു. ആനിയുടെ വീട്ടില്, പ്രസാദേട്ടൻ്റെ വീട്ടില്, റോഡിലും ബസ് സ്റ്റോപ്പിലൊക്കെ അരിച്ചു പറക്കി. എങ്ങും കാണാതെ വന്നപ്പോ എവിടേക്കെങ്കിലും അങ്ങ് പോയാലോ എന്ന് എനിക്കും തോന്നി. ചേച്ചി ഐസിയുവിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ. എന്ത് സംഭവിക്കുമെന്നറിയാതെ അച്ഛനും അമ്മയും ഐസിയുവിന് പുറത്ത്.
അവരോട് ഞാൻ എങ്ങനെ ഈ വിവരം പറയും? എങ്ങനെ പറയാതിരിക്കും? ജീവിതത്തിൽ ഇന്ന് വരെ ഇങ്ങനൊരു പരീക്ഷണഘട്ടം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ പെൺമക്കളെ കുറിച്ചുള്ള അച്ഛൻ്റെ അമ്മയുടെയും പ്രതീക്ഷയൊക്കെ പോയി. ഇനി പ്രതീക്ഷ നിന്നില്ല. ഞങ്ങളുണ്ടാക്കിയ ചീത്തപ്പേര് നീ വേണം മാറ്റിയെടുക്ക. മക്കളിൽ ഒരാളെങ്കിലും നന്നായെന്ന് കരുതി ആശ്വസിച്ചോട്ടെ അവര്. അങ്ങനെ ആശ്വസിക്കാൻ അവർക്ക് കഴിയില്ല ചേച്ചി. നിങ്ങളും നന്നായി കഴിയുന്നത് കാണുമ്പോഴേ അവർക്ക് മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ ഒക്കൂ. എങ്ങനെയും യമുനേച്ചി കണ്ടു കിട്ടിയാൽ മതിയായിരുന്നു. അതിനെന്താണ് ഒരു പോംവഴി? ഏതായാലും പത്രത്തിലൊക്കെ പരസ്യം വന്നില്ലേ, ഉടനെ എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. ചേച്ചി ഇപ്പം അതിനെപ്പറ്റി ചിന്തിച്ച് തലപ്പുണ്ടാക്കണ്ട. മനസ്സിനും ശരീരത്തിനും റെസ്റ്റ് വേണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ഈ ചേച്ചിയെ നീ ശപിക്കുന്നുണ്ടാവും അല്ലേ? ശപിക്കേ? എന്തിനാ? എന്താ ചേച്ചി പറയുന്നേ? ഇതിനൊക്കെ കാരണക്കാരിയായ എന്നെ എല്ലാരും ശപിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എനിക്കതിന് കഴിയോ ചേച്ചി? ചെല്ല്, സമാധാനമായിട്ട് കിടന്നുറങ്ങും. All stand up, right turn, left turn, sit down. ഇനി മാത്സ് ബുക്ക് എടുക്കൂ. എടുത്തു സാർ. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം. എളുപ്പമുള്ള ചോദ്യങ്ങൾ ചോദിക്കണേ സാർ. ശരി ശരി. എന്നാ ആദ്യത്തെ ചോദ്യം. ആ എയുടെ വില 2, ബിയുടെ വില 3 എങ്കിൽ എയും ബിയും കൂടെ ചേർന്ന എത്രയാ വില? എയുടെ വില 2, ബിയുടെ വില 3. എയും ബിയും ചേർന്നാൽ 2 + 3 5. ശരിയാണോ സാർ? ശരിയാണ്. അഡിഷനും സബ്ട്രാക്ഷനും കഴിഞ്ഞു. ഇനി മൾട്ടിപ്ലിക്കേഷനിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം. എയുടെ വില 6 എങ്കിൽ a² എത്ര? a² എന്ന് വെച്ചാൽ എന്താ? എന്തോന്നാ കുട്ടി ഇത്? a² എന്ന് വെച്ചാൽ എയുടെ വിലയെ എയുടെ വില കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എയുടെ വില 6. 6 × 6 26. ശരിയാണോ സാർ? ശരിയാണ്. ശരിയാണോ? ശരിയാ. 6 × 6 എത്ര? 26. 6 × 6 എത്ര? 26. 26 ആണ്. അയ്യോ, അമ്മേ, ഓടിയെന്റെ ചെറിയ ചുണ്ടേന്റെ കൈ എന്നെ അടിക്കലേ ചെറിയ. അമ്മേ, അമ്മേ, അടിക്കലേ. 26 ആണ്. അമ്മ, ഞാൻ പറയട്ടെ. നിന്റെ കണക്ക് 6 26 ആണോ? നിന്റെ കണക്ക് ഞാൻ ശരിയാക്കി തരാം. ജയിലിലേക്ക് വാ. ജയിലിലേക്ക് വാടാ. അമ്മ എന്നെ വിട്. ഞാൻ നിന്നെ കണക്ക് പഠിപ്പിക്കട്ടെ. കണക്ക് പഠിപ്പിക്കാതെ ഏത് മനക്കണക്ക് 26 26 6 26 അല്ല, അഴികൾ 36. അഴികൾ 36. അവരെല്ലാം പഠിപ്പിക്കണം, ഇല്ലെങ്കിൽ അവർ ഒറ്റപ്പെടുത്തും. എന്നെ ഒറ്റപ്പെടുത്തിയ പോലെ അവർ ഒറ്റപ്പെടരുത്. അമ്മേ,
ഏട്ടനെ ഒരുപാട് തല്ലിയോടാ. ഉം. അമ്മ വന്നില്ലായിരുന്നെങ്കിൽ എന്നെ കൊന്നേനെ. സാരല്ല, പോട്ടെ. എന്താ പ്രസാദ്, എന്തിനാ നീ ആ കൊച്ചു കുഞ്ഞിനെ തല്ലി ചതച്ചത്? അവൻ എന്ത് തെറ്റ് ചെയ്തു? ചോദിച്ചത് കേട്ടില്ലേ? കുഞ്ഞിനെ തല്ലിയത് എന്തിനാന്ന്? എന്താ എന്നെയും തല്ലണോ? തല്ലിക്കോ. തല്ലി തല്ലി അമ്മയുടെ ശ്വാസം അങ്ങ് ഒടുക്കിക്കോട്ടെ. അങ്ങനെയെങ്കിലും ഈ പാപങ്ങളൊന്നും കാണാതെ അമ്മയ്ക്ക് അങ്ങ് പോകാമല്ലോ. എന്റെ ദൈവമേ. എന്താ അമ്മ ഇത്? പ്രസാദിനത് എന്തു പറ്റി? ഞാൻ എന്ത് പറയാനാ മോളെ? എന്തിനാ അമ്മമ്മേ ചെറിയച്ഛൻ ഉണ്ണിയേട്ടനെ തല്ലിയത്? ഓരോ ദിവസം കഴിയുന്തോറും കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണല്ലോ ഈശ്വര. ഞാൻ ഇനി എന്തു ചെയ്യും? സാരമില്ല അമ്മ, ഇനി ശ്രദ്ധിച്ചാ മതിയല്ലോ. തെറ്റുകൾ ചെയ്യുമ്പോൾ പോലും കഴിയുന്നത്ര നമ്മൾ നമ്മളെ മക്കളെ തല്ലാറില്ലല്ലോ. ശാസിച്ചു നോക്കും, ഉപദേശിച്ചു നോക്കും. അതുകൊണ്ട് കഴിഞ്ഞില്ലെങ്കിലേ പടിയെടുക്കാറുള്ളൂ, ഇല്ലേ? പക്ഷെ ജീവിതത്തിൽ ആദ്യമായ നമ്മുടെ മോനെ ഇത്രയും തല്ലുകൊള്ളുന്നത് ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ പാറു. അവനിങ്ങനെ ആവുമെന്ന് ആരും കരുതിയില്ലല്ലോ. പ്രസാദിന്റെ സ്വഭാവം എപ്പോ എങ്ങനെ ചേഞ്ച് ചെയ്യുമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പൊ നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും പെരുമാറാം. പക്ഷെ മക്കളെ തല്ലി ചതയ്ക്കുന്നത് എങ്ങനെ നോക്കി നിൽക്കും രമേശ് ചേട്ടാ? നോക്ക്, ദേഹം മുഴുവൻ അടിയുടെ പാടുകളാ. ഞാൻ ആ സമയത്ത് ഒരുപാട് നിയന്ത്രിച്ചു. എന്റെ സ്ഥാനത്ത് രമേശ് ചേട്ടനായിരുന്നെങ്കിൽ ആ നിയന്ത്രണം കിട്ടിയെന്ന് വരില്ല. നിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാവും പാറു. ഇങ്ങനൊരു അവസരത്തിൽ നിന്നോളം ക്ഷമ മറ്റൊരു സ്ത്രീക്കും ഉണ്ടാവില്ല. ആരും ഇത് സഹിച്ചൊന്നും വരില്ല. ഭർത്താവിൻ്റെ അനിയനായാലും അച്ഛനായാലും ശരി, ഈ സന്ദർഭത്തിൽ ഇറങ്ങിപ്പോവാനേ പറയൂ. നീ അങ്ങനെ ചെയ്തില്ലല്ലോ. പക്ഷെ ഇനി എനിക്കത് കാണാൻ കഴിയില്ല രമേശ് ചേട്ടാ. ഇന്ന് തല്ലിൽ കാര്യങ്ങൾ തീർന്നു. നാളെ മറ്റു വല്ലത് സംഭവിച്ചാലോ? എന്താ, അങ്ങനെ സംഭവിച്ചൂടെന്നുണ്ടോ? അത്തരൊരു സാഹചര്യം നമ്മളായിട്ടുണ്ടാക്കരുത്. പ്രസാദ് നമ്മുടെ സ്വന്തമാണ് എന്ന് കരുതി. അതുകൊണ്ട് രമേശ് ചേട്ടൻ ആലോചിച്ച് ചിലത് ചെയ്യണം. പാറു എന്താ ഉദ്ദേശിക്കുന്നത്? അത് എന്നോട് ദേഷ്യപ്പെടരുത് രമേശ് ചേട്ടാ. ഭയം കൊണ്ടാ ഞാനിത് പറയുന്നത്.
പ്രസാദിന്റെ വീടെവിടെ നാഥനില്ലാതെ കിടക്കുകയല്ലേ? ഇവിടത്തെക്കാൾ സൗകര്യമുണ്ട്. അമ്മയ്ക്കൊപ്പം പ്രസാദ് അവിടേക്ക് പോട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമുക്കും പോയി അവരുടെ ഒപ്പം നിൽക്കാം. അത്രയ്ക്ക് വേണോ പാറു? ആപത്ത് ഘട്ടത്തിൽ അനിയനെ കൈയൊഴിയണോ? ഒരുപാട് നാൾക്ക് ശേഷം എന്റെ സംരക്ഷണം എന്റെ അനിയൻ ആവശ്യമായി വന്നിരിക്കുന്ന സന്ദർഭമാണിത്. സഹായിക്കേണ്ട സമയത്ത് ഞാൻ അവനെ കൈവിട്ടാൽ? രമേശേട്ടാ, ഞാൻ പ്രസാദിന്റെയും നമ്മുടെ കുട്ടികളുടെയും നന്മ ഓർത്ത് പറഞ്ഞു പോയതാ. എനിക്ക് നിന്നെ മനസ്സിലാവും പാറു. പക്ഷേ നീ പറഞ്ഞതിനോട് യോജിക്കാനാവുന്നില്ല. പിന്നെ എന്തിനാ രമേശേട്ടൻ പോകുന്നേ? തൽക്കാലം ഒന്നും തോന്നുന്നില്ല. പ്രസാദിന് ഇങ്ങനെ ഒരു ഭാവം ഉണ്ടെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മുടെ കുട്ടികളെ പ്രസാദിന്റെ അടുത്തേക്ക് വിടണ്ട. അമ്മേ നീയൊക്കെ 24 മണിക്കൂർ ഇവിടെ തന്നെ ഉണ്ടല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചാ മതി. അല്ല, കുട്ടികളും ഇനി അവന്റെ അടുത്ത് പോകാൻ വഴിയില്ല. എന്തു പറ്റി? നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഒരമ്മയുടെ മനസ്സ് എനിക്ക് മനസ്സിലാവും പാറു. പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രം നീ എന്നെ അനുസരിച്ചേ മതിയാവും. ശരി രമേശേട്ടാ, ഞാൻ പറഞ്ഞത് മറന്നേക്കൂ. ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു സംസാരം ഉണ്ടാവില്ല, ഉറപ്പ്. ഒരു മൂടൽ